റിസൾട്ട് ഗ്യാരണ്ടിയാ. റിസൾട്ട് ഒരിക്കലും നുണ പറയില്ല. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് നിങ്ങളെ മൈൻഡിൽ ഓടുന്നത്. ഈസിലി നിങ്ങൾക്ക് കണ്ടെത്താൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ഫീൽ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ മൈൻഡിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബോഡി. മൈൻഡിന്റെ ഒരു ഇൻസ്ട്രുമെന്റ്. നിങ്ങളുടെ ഫീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും യു ആർ ഇൻ എ റൈറ്റ് ട്രാക്ക് ഓർ നോട്ട്. നൗ there is a saying, failing to plan is planning to fail. Are you prepared to fail or win? So you should have a plan, especially what to think. You should plan to win. Prepare to win. നമ്മളെല്ലാവരും ഫെയിലിയറാ. ഒരു ടിപ്പിക്കൽ മലയാളി ഒരു കാർ എടുക്കുമ്പോൾ ടിപ്പിക്കലി എടുക്കുക 99% ടൊയാട്ടോ എടുക്കുക. Yes or no? Why? Because he's always thinking about ഇത് വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ എന്റെ കുറെ പൈസ പോകും, ഇതിന്റെ സ്പെയർ പാർട്സിന് വില കൂടുതലാ, റീസെയിൽ വാല്യൂ ഉണ്ട്. He's thinking about the problem he's going to attract. He attract more problems. 10 കൊല്ലത്തിന് മാറ്റുന്ന സാധനം ഓന് എല്ലാ കൊല്ലം മാറ്റാം. Because you're thinking about what you don't want. So you start attracting it. Now, to do that, to have a plan, you should have a desire to win. Burning desire എന്ന് കേട്ടിട്ടില്ലേ? ആൽക്കമിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഉണ്ടല്ലോ, എന്താണ്? You should have a, ആൽക്കമിസ്റ്റ് പറയുന്നത്, if you have a burning desire, അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് കോൺസ്പെയറിങ്, ഗൂഢാലോചന നടത്തും നമ്മൾക്കത് കൊടുന്നു തരാൻ. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്, അതാണ് റൂമി പറയുന്ന സംഭവം. സോ യു ഷുഡ് ഹാവ് എ ബേണിംഗ് ഡിസയർ. നമ്മുടെ സെഷനിൽ പറഞ്ഞിട്ട് യു നീഡ് ടു പേ ദ പ്രൈസ്. ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട്, മനുഷ്യന്മാരൊക്കെ പൊട്ടന്മാരാ. ലോകത്തില് അവർക്ക് ഏറ്റവും വലിയ ട്രഷർ, ഏറ്റവും വലിയ വെൽത്ത് ഒക്കെ ഫ്രീയാ. നമ്മുടെ മൈൻഡ് ഫ്രീ അല്ലേ? നമ്മൾ പൈസ കൊടുക്കണോ അതിന്? നിങ്ങളെ കണ്ണിന് നിങ്ങൾ പൈസ കൊടുക്കണോ? നിങ്ങളെ ബോഡിക്ക് നിങ്ങൾ പൈസ കൊടുക്കണോ? ഫ്രീ കിട്ടിയല്ലേ? പക്ഷെ വി ഡോണ്ട് കെയർ. എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രീ പ്രോഗ്രാം കൊടുക്കാതെ വെച്ചാല് യു ഡോണ്ട് കെയർ. ബേണിംഗ് ഡിസയറിന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്, എന്റെ ഫേവറേറ്റ് ഡെഫിനിഷൻ ആണ്, desire is effort of the unexpressed possibility within, seeking expression without through your action. ഡിസയർ എന്ന് പറയുന്നത് ഉള്ളിൽ ഇങ്ങനെ തളഞ്ഞിരിക്കില്ലേ? എന്റെ മോൻ പറഞ്ഞേ, വാപ്പച്ചി എനിക്ക് എന്തൊക്കെ വേണ്ടെന്ന് അറിയുന്നില്ല. ഈ സാധനം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ അതിനെ അടിച്ച് അടി കൊടുത്ത് ഇടിച്ച് കൂത്തി അവിടെ എത്തിക്കുക. അപ്പോ ഈ പരിപാടി നിർത്തിയിട്ട് എനിക്കൊരു സാധനം തുടങ്ങണം. ആ ഡിസയർ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വരിക ഇങ്ങനെ. ഡിസയർ ഈസ് ദ എഫേർട്ട് ഓഫ് അൺഎക്സ്പ്രസ്ഡ് പോസിബിൾ. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കഴിവ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഇതുവരെ, നിങ്ങൾ അതിനെ അടിച്ച് അമർത്തിയിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ്. സീക്കിംഗ് എക്സ്പ്രഷൻ വിത്തൗട്ട് ത്രൂ യുവർ ആക്ഷൻ. അതിങ്ങനെ പുറത്തു വരാൻ വേണ്ടി തുളുമ്പിക്കൊണ്ടിരിക്കുക. എന്റെ ആ തുളുമ്പലാണ് അപ്പൊ നിങ്ങൾ കാണുന്നത്. ഇതിനെ ഞാൻ അടിച്ചമർത്തിയിരുത്തി കഴിഞ്ഞാൽ ഞാൻ ഡിപ്രഷനിൽ പോകും. എന്റെ ആ ഡിസയർ മനസ്സിലാക്കി അതിനെ ഞാൻ തുള്ളിക്കൊണ്ടിരിക്കുക, അതിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക ത്രൂ മൈ ആക്ഷൻ. സോ യു ഷുഡ് ഹാവ് എ ബേണിംഗ് ഡിസയർ. സോ ഡിസയർ എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല. പല ആളുകളും പല സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് ആണ് പഠിച്ചിട്ടുള്ളത് ഡിസയർ, ആഗ്രഹം മോശമാണ്. ഡിസയർ ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ യു ഷുഡ് ഹാവ് എ ഡിസയർ ടു വിൻ ആൻഡ് പ്രിപ്പറേഷൻ ടു വിൻ. ഇത് രണ്ടും വേണം. ഡിസയർ മാത്രം ഒരു കാര്യമില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ പണിയെടുക്കില്ല. ദർ ഇസ് നോ പ്ലാൻ. ആൻഡ് ദിസ് ഈസ്, ഈ രണ്ട് കാര്യമാണ് വിന്നേഴ്സിനെയും ലൂസേഴ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. വിന്നേഴ്സിന് ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ്. ദിസ് ഈസ് ആൻ അൽഗോരിതം ഐ ആം ടോക്കിംഗ് അബൌട്ട്. യു വിൽ ബി സക്സസ്ഫുൾ, യു വിൽ വിൻ, എൽസ് യു വിൽ ലൂസ്. ഗ്യാരണ്ടി. ഒപ്പിട്ട് ഞാൻ തരാം.